ചില ചോദ്യങ്ങൾ. ആദ്യത്തെ പാരഗ്രാഫ്. അന്ന് അമ്മാളുവാണ് ഉണ്ണീരി അമ്മയുടെ അടുത്ത് ആദ്യം എത്തുന്നത്. ഫുൾ സ്റ്റോപ്പ്. അവൾക്ക് ഒരു കുട്ടിക്കഥ കേൾക്കണം. ഫുൾ സ്റ്റോപ്പ്. കഥ പറയാൻ തുടങ്ങുമ്പോൾ ഇട്ടിണ്ടാനും ജോണിക്കുട്ടിയും കുഞ്ഞുണ്ണിയും ഓടിയെത്തി. ഫുൾ സ്റ്റോപ്പ്. കുഞ്ഞുണ്ണിക്ക് ഒരു ശാസ്ത്രകഥ കേൾക്കണം. ഫുൾ സ്റ്റോപ്പ്. ജോണിക്കുട്ടിക്കാവട്ടെ പണ്ട് പണ്ട് എന്ന് തുടങ്ങുന്ന ഒരു കഥ കേൾക്കണം. ഫുൾ സ്റ്റോപ്പ്. പാവം ഇട്ടിണ്ടാന് ഏതായാലും കുഴപ്പമില്ല, ഒരു കഥ കേട്ടാൽ മാത്രം മതി. ഫുൾ സ്റ്റോപ്പ്. അടുത്ത ലൈന്. കുറച്ചു നേരം ആലോചിച്ച ശേഷം ഉണ്ണീരിയമ്മ കഥ പറഞ്ഞു തുടങ്ങി. ഫുൾ സ്റ്റോപ്പ്. ടീച്ചറെ, ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങി ഇതെല്ലാം സെപ്പറേറ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. പണ്ടു പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഫുൾ സ്റ്റോപ്പ്. കലാകാരന്മാർക്കും പണ്ഡിതർക്കും സവിശേഷമായ സ്ഥാനമാണ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. ഫുൾ സ്റ്റോപ്പ്. കൊട്ടാരത്തിൽ സുഖിമാന്മാരായി അവർ ജീവിച്ചു. ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ടു തന്നെ പുതിയ അറിവുകൾ നേടുവാനോ പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനോ അവർ ശ്രമിച്ചില്ല. ഫുൾ സ്റ്റോപ്പ്. അറിവിനോടുള്ള തൻ്റെ ആദരവ് പണ്ഡിതർ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് ചില തീരുമാനങ്ങൾ എടുത്തു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഉടൻ തന്നെ രാജസദസ്സ് വിളിച്ചു ചേർക്കപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ്. പണ്ഡിതരും നാട്ടുപ്രമാണികളും മന്ത്രിമാരും സേനാനായകരുമെല്ലാം അടങ്ങുന്ന രാജസദസ്സിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഒരേ രൂപവും ഒരേ വലിപ്പവുമുള്ള രണ്ട് പാത്രങ്ങളിൽ എന്താണെന്ന് അറിയത്തില്ല. പാത്രങ്ങളിൽ അവയ്ക്കൊപ്പമാണോ എന്നറിയത്തില്ല കേട്ടോ. അവയ്ക്കൊപ്പമായിരിക്കും. വെള്ളമുണ്ട്. പാത്രങ്ങളിൽ അവയ്ക്കൊപ്പം വെള്ളമുണ്ടെന്നായിരിക്കും. പക്ഷെ വയ്ക്കൊപ്പം അത്രേ ഉള്ളൂ. വെള്ളമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. രണ്ടു പാത്രങ്ങളിലേക്കും ഒരേ വലിപ്പമുള്ള രണ്ട് മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഒന്നിൽ ജീവനില്ലാത്ത മത്സ്യത്തെയാണ് ഇടുന്നത്. രണ്ടാമത്തെ പാത്രത്തിൽ ജീവനുള്ള
മത്സ്യത്തെയാണ് ഇടുന്നത്. ഫുൾ സ്റ്റോപ്പ്. ജീവനില്ലാത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിൽ നിന്നും വെള്ളം തുളുമ്പിപ്പോകുന്നു. ഫുൾ സ്റ്റോപ്പ്. ജീവനുള്ള മത്സ്യത്തെ ഇട്ട പാത്രത്തിൽ നിന്നും വെള്ളം തുളുമ്പി പോകുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. ഇതിന് കാരണം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. പണ്ഡിതന്മാർ തല പുകഞ്ഞ് ആലോചിക്കുവാൻ തുടങ്ങി. ഫുൾ സ്റ്റോപ്പ്. ജീവനുള്ള മത്സ്യം കുറച്ചു വെള്ളം കുടിച്ചു തീർത്തതാവും, ചത്ത മത്സ്യത്തിൻ്റെ ശരീരം വീർത്ത് ഭാരം കൂടിയതാവാം, രണ്ടു കിണറ്റിലെ വെള്ളമായതുകൊണ്ട് സാന്ദ്രതയിൽ മാറ്റം ഉണ്ടാവാം. ഒരു 3 കുത്ത് അത് കഴിഞ്ഞിട്ടുണ്ട്. തുടങ്ങി നിരവധി ഉത്തരങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. ഈ ഉത്തരങ്ങളിൽ ഒന്നും രാജാവ് സംതൃപ്തനായില്ല. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഒരാഴ്ച സമയം രാജാവ് നൽകി. ഫുൾ സ്റ്റോപ്പ്. പണ്ഡിതന്മാർക്കു മാത്രമല്ല ആർക്കു വേണമെങ്കിലും ഉത്തരം പറയാം. ഫുൾ സ്റ്റോപ്പ്. കൃത്യമായ ഉത്തരമെങ്കിൽ അവർക്ക് കൈ നിറയെ സമ്മാനവും കൊട്ടാരത്തിൽ പ്രത്യേക സ്ഥാനവും നൽകും. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. പിന്നീടുള്ള രാത്രികളിൽ പണ്ഡിതന്മാർ ഉറങ്ങിയില്ല. ഫുൾ സ്റ്റോപ്പ്. കയ്യിലുള്ള പുസ്തകങ്ങളിലെല്ലാം ഉത്തരത്തിനായി പരതി. പണ്ഡിതന്മാർക്ക് ലഭിക്കാത്ത ഉത്തരം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചിന്തിച്ച് പ്രജകളിൽ നല്ലൊരു ശതമാനവും ഉത്തരത്തിനായി തലപുകച്ചില്ല. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സദസ്സ് വിളിച്ചു ചേർക്കപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ്. രാജാവ് ചുറ്റും നോക്കി. ഫുൾ സ്റ്റോപ്പ്. പണ്ഡിതന്മാരുടെ എല്ലാം ശിരസ് താഴ്ന്നിരിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. ചിലരെ അവരുടെ ഇരിപ്പിടത്തിൽ കാണുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. ഇൻവേർട്ടഡ്. അടുത്ത ലൈനാണ് ഇൻവേർട്ടഡ് കോമയിലെ പറയൂ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? ക്വസ്റ്റ്യൻ മാർക്ക് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ഹൈഫൻ രാജാവ് ചോദിച്ചു. ഫുൾ സ്റ്റോപ്പ്.